അസ്സലാമു അലൈക്കും. ഉസ്താദെ, ജുമാന്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരം അതുപോലെ ശേഷമുള്ളത് അവിടെ നിയത്ത് വെക്കുമ്പോൾ ജുമാന്റെ മുമ്പെന്നോ അല്ല ദുഹറിന്റെ മുമ്പെന്നോ, ദുഹറിന്റെ ശേഷമാണെന്നോ ജുമാന്റെ ശേഷമാണെന്നോ എന്താണ് നിയത്ത് വെക്കേണ്ടതെന്ന് ഉസ്താദെ. പിന്നൊരു വിഷയം, ഈ 8 മാസത്തിലുള്ള ചെറിയ കുട്ടിയാണ് ആൺകുട്ടിയോട് ഉമ്മ ദക്കറിനെ തൊട്ടാൽ ഉദു മുറിയുന്നല്ലേ, എന്നാൽ കൈയല്ലാത്ത സ്ഥലത്തേക്ക് ആ ദക്കർ മുട്ടിയാലോ ഉദു മുറിയുമോ എന്നാണ് ഉസ്താദെ. രണ്ട് ചോദ്യം ചോദിച്ചാൽ ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിലേ പറയാൻ കഴിയുള്ളൂ. ആൺകുട്ടികളുടെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഒതു ഉണ്ടെങ്കിൽ മറയില്ലാതെ മുങ്കയ്യന്റെ പള്ള കൊണ്ട് തൊട്ടാവുന്ന മുറി. മുങ്കയ്യന്റെ പള്ള തന്നെ മറയുണ്ടെങ്കിൽ ഉതു മുറിയില്ല. മുങ്കയ്യന്റെ പള്ളയില്ലാത്ത ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ടാലും ഉതു മുറിയില്ല. മനസ്സിലായില്ലേ? ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മുങ്കയ്യന്റെ പള്ളയല്ലാത്ത വേറെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കുഞ്ഞിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ അതുകൊണ്ട് ഉതൂരിയില്ല. അത് കുഞ്ഞിന്റെ നല്ല വലിയവരാണെങ്കിലും അങ്ങനെ തന്നെ. മുങ്കയ്യന്റെ പള്ള കൊണ്ട് തൊട്ടെങ്കിൽ മാത്രമേ ഉദു മുറിയുകയുള്ളൂ. ഒന്ന്. പിന്നെന്തേ ഒന്നാമത്തെ ചോദ്യം തന്നെ? നിയ്യത്തോ? ജുമാന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത്. അത് ശരി. അത് ളുഹറിന്റെ സുന്നത്ത് നല്ല നിയ്യത്ത് ചെയ്യേണ്ടത്, മറിച്ച് ജുമയുടെ മുമ്പുള്ളത് ശേഷമുള്ളത് എന്ന നിലക്ക് തന്നെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ളുഹറാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം നാട്ടുകാരായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പുരുഷന്മാർക്ക് ജുമയാണ് ഫർളാകുന്നത്. ജുമാക്ക് മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട്. ളുഹറിന്റെ മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരങ്ങൾ ഉള്ളതുപോലെ 4 റക്അത്ത് വീതം മുമ്പും 4 റക്അത്ത് വീതം ശേഷവും സുന്നത്തുണ്ട്. അതിൽ രണ്ടും മുഅക്കദും മറ്റേ രണ്ടും വൈർ മുഅക്കദുമാണ്. അപ്പൊ അവിടെ നിയ്യത്ത് ചെയ്യേണ്ടത് ജുമായുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്നും ജുമായുടെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്നും തന്നെയാവുന്നു, ളുഹറിന്റെ എന്നല്ല. കാരണം വെള്ളിയാഴ്ച ളുഹർ അല്ലല്ലോ, ജുമയാണല്ലോ. ളുഹറിന്റെ വഖത്തിലാണെങ്കിലും ളുഹറല്ല, ജുമയാണ്. ഉസ്താദ് അസ്സലാമു അലൈക്കും. നേരത്തെ ഒരു ഉപചോദ്യം ഉണ്ടായി ഉസ്താദെ, മൈക്ക് കിട്ടായിട്ടാണ്. അപ്പോ ഉസ്താദെ, അപ്പൊ നമ്മൾ പറയണ്ടല്ലോ, ജനാപത്തുള്ളപ്പോ ഒരേ മുടി നീങ്ങിയാൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന് പറയണ്ടല്ലോ. പെട്ടെന്ന് ജനാപത്ത് കുളിക്കണം, ഒരു മുടി പോയാൽ നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരും. അതിന്റെ ഒരു അടിസ്ഥാനം എന്താ? അതന്നെ ഈ കറാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബിബേ. കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നാളെ അല്ലാഹു തആല പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അല്ലാഹു തആല ചോദ്യം ചെയ്യും, എന്തുകൊണ്ട് നീ അങ്ങനെ ജനാബത്തുള്ളതോട് കൂടി മനഃപൂർവ്വം ശുദ്ധിയാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നീ നഖം മുറിച്ചു, നീ എന്തുകൊണ്ട് മനഃപൂർവ്വം മുടി നീക്കി എന്നിങ്ങനെ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അത് പക്ഷേ മനഃപൂർവ്വമാണെങ്കിലേ ഉള്ളൂ, ഓർമ്മയില്ലാതെയാണെങ്കിൽ ആ ചോദ്യം ചെയ്യൽ വരില്ല. അതുകൊണ്ടാണ് മനഃപൂർവ്വം അല്ലെങ്കിൽ കറാത്തില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ സംഗതി നിങ്ങളാ പറഞ്ഞത് തെറ്റല്ല, ശരി തന്നെ. അല്ലാഹു തആലയോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമ്മളോട് ചോദിക്കൂന്ന്. പരലോകത്ത് ഹറാമ് ചെയ്താലാണ് അല്ലാഹു തആല പുറത്തു വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ട ഒരു ശിക്ഷ ഉണ്ടാവും. കറാഹത്ത് ചെയ്താൽ അങ്ങനെ നരകത്തിൽ പോകേണ്ടി വരില്ല അറിഞ്ഞിട്ടില്ല. മഹ്ശറ വൻസബയിൽ അതിഗുരുതരമായ
ആ പ്രയാസത്തിന്റെ സമയത്ത് വളരെയേറെ ഞെരുക്കങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഭയാനകമായ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വിചാരണ ചെയ്യപ്പെടും, നമ്മൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം കറാഹത്താണ് എന്നാ. അത് മനഃപൂർവ്വമാണെങ്കിലാണ് കറാഹത്ത് എന്നത്. ഓർമ്മയില്ലാതെയോ അബദ്ധത്തിലോ ഒക്കെ സംഭവിച്ചു പോയാൽ കറാഹത്ത് വരൂല. ഓക്കെ. അസ്സലാമലൈക്കും. അഡ്മിന്മാരൊന്നുകൊണ്ട് ശ്രീ സാബിത്തും മൈക്ക് വേണ്ട, കയ്യും പൊക്കിയോട് വെറുതെ അവരെയൊക്കെ താത്തിറക്കാം. ഉസ്താദ് നമസ്കാരിക്കുന്ന സമയത്ത് ചിലപ്പം 4 റക്അത്തുള്ള നിസ്കാരത്തിൽ അറിയാണ്ട് അത്തഹിയാത്ത് ചിലപ്പോൾ ഓതിപ്പോകും. ആ അത്തഹിയാത്ത് ഓതിപ്പോവുകയാണെങ്കിൽ അതിന് മറവിയുടെ സുജൂദിന്റെ ആവശ്യമുണ്ടോ? അതുപോലെ ചിലപ്പോൾ ഫാത്തിഹയുടെ ഭാഗത്ത് കയറി അത്തഹിയാത്ത് ഓതുന്ന ഒരു പതിവ് ചില സമയത്ത് എനിക്കും ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ ചെറിയ കുന്തിരിക്കം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഹദീസിൽ വല്ല ഉണ്ടോ? അതിന്റെ ഉപയോഗം ശൈത്താനെ ഓടിക്കുന്നതിൽ അതിൽ വല്ല പങ്കുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കഴിയുന്നതും ഒരു ചോദ്യത്തിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, നിങ്ങളെ രണ്ടാം ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കും. എനിക്ക് ഒന്നാമത്തെ ചോദ്യം ഓർമ്മ വിട്ടുപോകും. അത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും പലരും അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാകുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് 2 ശ്രദ്ധ ഒപ്പം നിർത്താൻ കഴിയൂല. ഒന്നിൽ ശ്രദ്ധിക്കുമ്പം രണ്ടാമത്തെ കേൾക്കാൻ കഴിയൂല. രണ്ടാമത്തെ ശ്രദ്ധിച്ച ആദ്യത്തെ ഓർമ്മ വിട്ടു പോവുകയും ചെയ്യും. അപ്പോ ആദ്യത്തെ ചോദ്യം എന്തായിനി? ആളുകൾ മൈക്ക് കിട്ടാൻ പ്രയാസമായിട്ടാണ് ആളുകൾ ഒന്നായിട്ട് ചോദിക്കുന്നതെന്ന് അറിയാം. പറഞ്ഞിട്ട് അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇവിടെ ഞാനിവിടെ എഴുതിയെടുക്കണില്ലത് ചോദ്യം ഓർമ്മ വിട്ടുപോകുക. സ്ഥലം മാറി. അത്തയ്യാത്തിന്റെ സമയത്ത് ഫാത്തിഹ ഓതി അല്ലെങ്കിൽ നൃത്തത്തിൽ അത്തയ്യാത്ത് ഓതി തുടങ്ങിയ ഒരു നിശ്ചിത സ്ഥലത്ത് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട അത്തഹിയാത്ത് ഫാത്തിഹ പോലെയുള്ളത് മറ്റൊരു സ്ഥലത്ത് ചൊല്ലിയാൽ അത് മനഃപൂർവമാണെങ്കിലും അല്ലെങ്കിലും സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ പെട്ടതാവുന്നു. നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ പെട്ടതാണ്. ഉദാഹരണം, അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാള് ഫാത്തിഹ ഓതിപ്പോയി, അല്ലെങ്കിൽ അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നൃത്തത്തിൽ അത്തഹിയാത്ത് ഓതിപ്പോയി, അല്ലെങ്കിൽ സുജൂദിൽ വെച്ചിട്ട് ഖുനൂത്ത് ഓതിപ്പോയി. ഇങ്ങനെയുള്ളത് കൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ അതുകൊണ്ടൊക്കെ സഹ്വിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടും. അതിൽപ്പെട്ടതാണ്. അപ്പൊ നൃത്തത്തിൽ അത്തഹിയാത്ത് ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഇരുത്തത്തിൽ ഫാത്തിഹ ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഓക്കെ. പിന്നെന്താ പറഞ്ഞ്? കുന്തിരിക്കോ, സുഗന്ധ വസ്തുക്കളിൽപ്പെട്ട ഒരു വിധത്തിലുള്ള ചെറുപ്രാണികൾ തുടങ്ങിയ ശല്യക്കാരിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നതും സുഗന്ധ വസ്തുക്കളിൽപ്പെട്ടതുമാണ്. സുഗന്ധം പൊതുവേ സുന്നത്താണ്. അത്രയും ഹദീസുകളിൽ നിന്ന് കിട്ടും. പക്ഷെ കുന്തിരിക്കം കൊണ്ട് പിശാചിനെ അകറ്റാൻ പറ്റുമോ എന്നത് പ്രത്യേകമായി ഞാൻ എൻ്റെ ഹദീസുകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില ആരിമീങ്ങൾ അതുകൊണ്ട് കുറെ ഫായിദ പറയുന്ന കൂട്ടത്തിൽ കുന്തിരിക്കം പുകയുന്നിടത്ത് പിശാചിന് അസ്വസ്ഥത ഉണ്ടാവുമെന്നും അവരെ അകറ്റാൻ സഹായിക്കുമെന്നും ഒക്കെ പറയുന്നത് കേൾക്കാം. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്കറിയില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ കുന്തിരിക്കം എന്ന് പറയുന്നത് സുഗന്ധ വസ്തുക്കളിൽപ്പെട്ടതാണ്.
സുഗന്ധവസ്തു ഉപയോഗിക്കുക എന്നത് നല്ലതാണ്, സുന്നത്തായി കൽപ്പിക്കപ്പെട്ട സുഗന്ധങ്ങളിൽ പെടും. അതിന്റെ പുറമെ കുന്തിരിക്കം പുകയുന്നിടത്ത് ഒരു വിധത്തിലുള്ള രോഗാണുക്കള് മറ്റ് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ചെറു പ്രാണികൾ പോലത്തേനെ അകറ്റാൻ സഹായിക്കും. ആ നിലക്ക് അത് നല്ലതാണ്. മറ്റേത് നമ്മളെ കാഴ്ചയിൽ പെട്ടിട്ടില്ല, എന്നാൽ മഹാന്മാരായ ചികിത്സ ചെയ്യുന്ന ഉലമാക്കള് അത് ശൈത്താനെ അകറ്റാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവരുടെ അറിവുണ്ടാവും, എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ABS എടുക്കാത്തോണ്ടാണ് മൈക്ക് എടുത്തത്. കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും. ഉസ്താദ് പറഞ്ഞല്ലോ സുജൂദില് കാലില് മുട്ടുമല് വല്ലാത്തടത്ത് മറിഞ്ഞു കഴിഞ്ഞാൽ കറാഹത്ത് വരുന്നു. അപ്പൊ നമ്മൾ സോക്സ് ഇട്ട് നിസ്കരിക്കുമ്പോൾ കാലിന്റെ വിരലുടെ പള്ള ശരിക്ക് നിലത്തല്ലല്ലോ വെട്ടുന്നത്, സോക്സിന്റെ മുകളിലാണ്. അപ്പൊ അവിടെ ഒരു മറവ് വരില്ലേ, അതില് എന്തായാലും സംഭവിക്കുമെന്ന് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ ഓഫീസൊക്കെ ആകുമ്പോൾ ജോലി ഇരുന്ന് പോയിട്ട് നിസ്കരിക്കുമ്പോൾ അതോടുകൂടി നിസ്കരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. മനഃപൂർവ്വം ചെയ്താലും അല്ലെങ്കിലും ചെയ്താലും എന്തായാലും സംഭവിക്കാമെന്ന് പറയുന്നു. അതിന്റെ വിധി എന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദറുള്ള സാഹചര്യത്തിൽ മറയുണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉദറില്ലാതെയാണെങ്കിൽ കൈ, കാൽ എന്നിവ, കാൽ വിരലുകൾ, കൈ എന്നിവ മറയില്ലാതിരിക്കൽ സുന്നത്താണ്. മറയോട് കൂടി സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാവും, നിസ്കാരത്തിന് കുഴപ്പമില്ല, ഒരു സുന്നത്ത് നഷ്ടപ്പെടും. എന്നാൽ ഉദറുണ്ടെങ്കിൽ മറയോടുകൂടി സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നെറ്റി ഉൾപ്പെടെയും തന്നെ ഉദറുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉദറില്ലാതെയാണെങ്കിൽ മറയില്ലാതെ കാലിന്റെ വിരലുകളുടെ പള്ള, കൈവെള്ള എന്നിവ മറയില്ലാതെ വെക്കലാണ് സുന്നത്ത്. ആ സുന്നത്ത് നഷ്ടപ്പെടും ഉദറില്ലാതെയാവുമ്പോൾ. നമസ്കാരത്തില് ഫാത്തിഹ ഓടുമ്പോൾ ഇമാം ആമീൻ വേണ്ടിയിട്ട് ഫാത്തിഹ അസ്സലാമു പിന്നെ ബൈക്ക് ചാടിന്റെ റൂട്ടിലിട്ട് ഒന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ചോദിക്കുന്നത്, ദുആ ചെയ്യുമ്പോൾ ഹംദും സലാത്തും ആയത്തിലും അവസാനത്തിലും വേണമെന്നുള്ളത് ഷർത്താണോ അല്ലെ സുന്നത്ത് മാത്രമാണോ എന്ന് വിശദീകരിക്കണം. മൈക്ക് റിലീസ്. ദുആ ചെയ്യുമ്പോൾ ആദ്യത്തിൽ ഹംദും സലാത്തും ചൊല്ലലും അവസാനത്തിൽ ഹംദും സ്വലാത്തും ആമീനും പറയലും സുന്നത്താണ്, ഷർത്തല്ല. സുന്നത്താണ്. പക്ഷെ ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സഹായകമാണ്. അതുകൊണ്ട് അത് മുഅക്കറായ സുന്നത്താണ്. ഒരാള് ദുആയിൽ പ്രത്യേകമായി സ്വലാത്ത്, ഹംദ് എന്നിവ കൊണ്ട് തുടങ്ങാതിരിക്കുകയോ ഹംദ്, സ്വലാത്ത്, ആമീൻ എന്നിവ കൊണ്ട് അവസാനിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് ദുആ ബാത്തിലാവുകയോ അതിന്റെ പേരിൽ മാത്രം തള്ളപ്പെടുകയോ ചെയ്യില്ല. പക്ഷേ ദുആന്റെ അദബുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് പാലിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടുന്നതിന് പുറമെ ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സഹായകമാണ്. ഓക്കെ. ചെറിയ ജോലി സാറേ, ഓക്കെ ശരിയാക്കി വെക്കാറില്ല. ഈ സുജൂദ് ചെയ്യുമ്പോൾ അവയവങ്ങൾ അത് ഒറ്റയടിക്ക് തന്നെ വെക്കണം. അങ്ങനെ പിന്നെ സാധാരണ ചില ആൾക്കാർ വെക്കുന്നവരുണ്ട്, മുട്ടും വെക്കാറുണ്ട്, ഒന്നായിട്ട് വെക്കുന്നുണ്ട്, ചിലപ്പോൾ രണ്ട് കൈ വെക്കുന്നത്. പക്ഷെ ഈ വെക്കലൊക്കെ ഒറ്റയടിക്ക് തന്നെ ആവണം. എല്ലാ അവയവങ്ങളും അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ രോഗം കൊണ്ടോ ഒറ്റയടിക്ക് വെക്കാൻ പറ്റാതാകും. അങ്ങനെ വെക്കുന്നത് കാണാത്തോ ഇന്നത്തോ ഉണ്ടെന്ന് അറിയാനാണ് മരിക്കുമ്പോട്ട്. സ്ലാമലൈക്കും. എന്താണ് ഈ സുജൂദിന്റെ ഓരോ സംശയം? ഉള്ളോന് ബൈക്കുമ്പോലെ വെച്ചാ മതി. രോഗം കൊണ്ടോ മറ്റ് അസൗകര്യം കൊണ്ടോ രണ്ട് കൈകൾ ഒന്നിച്ചു വെക്കാൻ അല്ലെങ്കിൽ രണ്ട് കാൽമുട്ടുകൾ ഒന്നിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഓൻ പറ്റും പോലെ വെച്ചാൽ മതി. ഇനിയിപ്പോ ആർക്കും തർക്കമില്ലല്ലോ.
ഉദറില്ലാത്തവൻ രണ്ട് കൈകൾ ഒന്നിച്ച്, രണ്ട് കൽമുട്ടുകൾ ഒന്നിച്ച്, രണ്ട് കാലിന്റെ വിരലുകളുടെ പള്ളം ഒന്നിച്ച്, നെറ്റിയും മൂക്കും ഒന്നിച്ച് ഇങ്ങനെ വെക്കണം. ഞാൻ പറഞ്ഞ തർത്തീബ് പാലിക്കണം, അത് സുന്നത്താണ്. ഉദറില്ലാതെ തർത്തീബിന് മാറ്റം വരുത്തിയാൽ സുന്നത്ത് നഷ്ടപ്പെടും, സുജൂദ് സയ്യാവും. സുജൂദിൽ ഈ 7 അവയവം വെക്കണമെന്നേ വുജൂബുള്ളൂ. തർത്തീബ് പാലിക്കൽ സുന്നത്താണ്. അസ്സലാമലൈക്കും. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഖം ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? അസ്സലാമലൈക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മള് ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗം കൊണ്ട് ചെരിഞ്ഞ് കിടക്കലാണ് ഏറ്റവും നല്ല സുന്നത്ത്. ഖിബിലയിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ശരീരത്തിന്റെ വലതു ഭാഗം വെച്ച് ചെരിഞ്ഞ് കിടക്കലാണ് ഏറ്റവും നല്ല സുന്നത്ത്. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഇടതു ഭാഗം വെച്ച് ഖിബിലയിലേക്ക് മുഖം തിരിച്ച് കിടക്കലാണ് സുന്നത്ത് 2. അതിന് രണ്ടും പറ്റൂലെങ്കിൽ ഖിബിലയുടെ നേരെ 2 കാലിന്റെ ഉള്ളംകാലും വരുന്ന നിലക്ക് ഖിബിലയുടെ എതിർ ദിശയിൽ തല വെച്ചിട്ട് തലയുടെ താഴെ തലയണി വെച്ച് മലർന്നു കിടക്കുക. ഈ രീതിയാണ് സുന്നത്തായ രീതി. പക്ഷേ സ്ത്രീകൾക്ക് മലർന്നു കിടക്കൽ സുന്നത്തില്ല. തന്നെയുമല്ല, പ്രത്യേകം എതിരില്ലാത്ത സാഹചര്യത്തിൽ മലർന്നു കിടക്കൽ സ്ത്രീകൾക്ക് കറാഹത്താവുന്നു. കമിഴ്ന്നു കിടക്കൽ പ്രത്യേകം എതിരില്ലാത്ത സാഹചര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 കൂട്ടർക്കും കറാഹത്താവുന്നു. അപ്പൊ പുരുഷന് 3 രീതിയിലും സ്ത്രീ 2 രീതിയിലും കിടക്കലാവുന്നു സുന്നത്ത്. മനസ്സിലായല്ലോ? സ്ത്രീകൾ പുരുഷന്മാരും രണ്ടും ശരീരത്തിന്റെ വലതുഭാഗം ചെരിഞ്ഞ് കിടന്ന് മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും ഖിബില പോലെ ചെരിഞ്ഞ് കിടക്കുക. അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുക, മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും ഖിബിലയിലാക്കുക. ഈ 2 രീതിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്താണ്. ഇനി അതിന് പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഖിബില കൊള്ള 2 ഉള്ളം കാലും ഖിബിലയുടെ എതിർഭാഗത്തേക്ക് തലയും വെച്ചിട്ട് തലക്ക് അടിയിൽ തലയിൽ വെച്ച് മുഖം ഖിബിലയിലേക്ക് കിട്ടുന്ന രീതിയിൽ കിടക്കുക. എന്നാൽ പ്രത്യേകം എതിരില്ലാത്ത സാഹചര്യത്തിൽ മലർന്നു കിടക്കൽ സ്ത്രീകളെ സംബന്ധിച്ച് കറാഹത്താണ്. കമിഴ്ന്നു കിടക്കൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 കറാഹത്താണ്. ഓക്കെ, ഷമീമിനെ കാണാണ്ട് സമയമാകുമ്പോ ഷമീമെ കൈപോക്കിക്കോ, നമ്മൾ നിർത്തിത്തരാം. സമയം ലൈവ് ഉണ്ട്, കാര്യമായ ലൈവാണ്. AP ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. അപ്പൊ അത് ലൈവ് തുടങ്ങാന് അവിടെ ക്യാമ കാണുന്നുണ്ട്. ലൈവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഷമീം മൈക്ക് എടുക്കുക, ഇല്ലെങ്കിലോ സമയമാവുമ്പോ ഉടനെ കൈപോക്കുക, മൈക്ക് എടുക്കുക. അതുവരെയുള്ള ചോദ്യോത്തരേ നടക്കുകയുള്ളൂ. ഓക്കെ, ഷമീമ് കേൾക്കുന്നുണ്ടെങ്കിൽ സമയമായെങ്കിൽ മൈക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ആവുന്ന സമയത്ത് കൈപോക്കുക, അപ്പോൾ മൈക്ക് എടുക്കാം. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മൈക്ക് ഉസ്താദ് ഇന്ന് ഉസ്താദിന് സൗകര്യം പോലെ നീങ്ങാൻ അല്ലെങ്കിൽ നാളെ കുഴപ്പമില്ല. വിഷയം സൂചിപ്പിക്കാതെ മാത്രം വാളക്കുളം ഇസ്മായിൽ മുസ്ലിം 1, രണ്ടാമത് അരീക്കോട് മജ്മഅത്തെ അബ്ദുള്ള ഉസ്താദ്, ഇങ്ങനെ 2 പേരുടെ വഫാത്ത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഇന്ന് 7ആണ്. അപ്പൊ ഇന്ന് ദുആ ചെയ്യാൻ 6 ഖത്തം നമ്മളെ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് സൗകര്യം പോലെ തന്നെ വേണം, നിർബന്ധിക്കുന്നില്ല. ഉസ്താദിന്റെ സൗകര്യമാണ്. 2 ഉസ്താദന്മാർക്ക് വേണ്ടിയുള്ള ഖത്തം ദുആ ഉള്ളത്. 6 ഖത്തമുണ്ട്. അത് ഉസ്താദ് സൗകര്യം പോലെ ദുആ ചെയ്യാം. ഇന്ന് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യകർത്താവ് മൈക്കിലേക്ക് വന്നോളൂ. നെറ്റിയിൽ മറമില്ലാതിരിക്കുന്ന തലയെക്കെട്ട് തലയുടെ തട്ടുകൊണ്ട് മടങ്ങാനും പ്രശ്നമില്ല. ഇവിടെ ചില ഇമാമികളടക്കം
ഈ തലയോ തട്ടം നെറ്റി മറിച്ചിട്ടിട്ട് കാണാൻ തൊപ്പിയൊക്കെ അതോ എങ്ങനെ അതിനെ പറ്റി വിശദീകരിച്ചാൽ പറ്റില്ല. ഇന്നത്തെ ദർസിന്റെ ക്ലാസ് ഒന്ന് വെറുതെ കേട്ടാൽ മതി. അതിന്റെ വിശദീകരണമൊക്കെ അവിടെ പറഞ്ഞിട്ട് രണ്ടാമത് ആവർത്തിക്കാൻ ഉദ്ദേശിച്ചില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, നേരത്തെ പറഞ്ഞ തന്നെ ഫാത്തിഹയുടെ സ്ഥലത്തിൽ അത്തഹിയ്യാത്ത് ഒരുത്തൻ ഓതിനു ശേഷം അത്തഹിയ്യാത്തിന്റെ സ്ഥലത്താണ് ഓർമ്മ ഞാൻ ഫാത്തിഹയുടെ സ്ഥലത്തിൽ അത്തഹിയ്യാത്ത് ഓതിരിക്കുന്നു. എന്നാൽ റക്അത്ത് കൊണ്ടുവരണോ ഇല്ലെന്ന് ചുരുക്കം ഒന്ന് പറഞ്ഞു ഉസ്താദ്. ഫാത്തിഹയുടെ സ്ഥലത്ത് അത്തഹിയ്യാത്ത് കൊണ്ടുവരണമെങ്കിൽ ഫാത്തിഹ ഓതിയിട്ടില്ലേ? ഫാത്തിഹ ഓതിന് പക്ഷെ ആ സ്ഥാനത്ത് അത്തഹിയ്യാത്ത് കൂടി ഓതിയാണോ അതോ ഫാത്തിഹ തീരെ ഓതിയിട്ടില്ലാണോ? ഫാത്തിഹ തീരെ ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത റക്അത്തിൽ എത്തുന്നത് വരെ ഫാത്തിഹ ഓതിയിട്ടില്ല ഉറപ്പ് വന്നാൽ ആ ഒരു റക്അത്തിന് നഷ്ടപ്പെടും. അടുത്ത റക്അത്തിലെ ഫാത്തിഹ ഓതുന്നതോടുകൂടി മാത്രമേ അവന്റെ ഇത് കൂട്ടുള്ളൂ. അതിന്റെ അടുക്കളൊക്കെ നഷ്ടപ്പെടും. ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് സുജൂദ് ചെയ്യുമ്പോഴാണ്. അതേ സമയത്ത് ഫാത്തിഹയുടെ സ്ഥാനത്ത് അത്തഹിയ്യാത്ത് ഓതിയെങ്കിലും നൃത്തത്തിൽ ഫാത്തിഹ ഓതിയാണ്, എന്നാൽ സുജൂദ് ചെയ്താൽ മതി, റക്അത്തിന് കുഴപ്പമൊന്നുമില്ല. ഈ ആൾക്കാർ ചോദിക്കാൻ വഴിക്കുമ്പോഴാണ് ഞാൻ മൈക്ക് എടുക്കുന്നത്. എനിക്കിപ്പോ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ കെട്ടിക്കിടക്കാൻ നമ്മളടുത്ത്. അപ്പൊ ഈ എടുക്കുന്ന ആൾക്കാർ ചോദിക്കാന്നാല് പിന്നെ നമ്മൾ പെട്ടെന്ന് മൈക്ക് ചാടും. കാരണം കിട്ടുന്ന ചാൻസ് ഉപയോഗത്തിന്റെ അവസ്ഥ. ഇവിടെ ഇപ്പൊ ചോദ്യം വന്നത് ഉംറത്തുണിയുടെ മേൽ സുജൂദ് ചെയ്യാമോ? അങ്ങനെ ചെയ്താൽ നിസ്കാരം സഹിയാകുമോ? ദേവസ്യത്തോടെ മൈക്ക് കിട്ടും. അതാണ് ചോദ്യം. ഏത് തുണിയാണെങ്കിലും അവനാന്റെ അനക്കം കൊണ്ട് അനങ്ങുന്ന വസ്തുവിന്റെ മേൽ സുജൂദ് ചെയ്താൽ സഹിയാവൂല, സുജൂദ് സഹിയാവൂല. അത് തുണി ചുറ്റി പൊതിച്ച ഒരു തലക്കലാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമ്മള് പോകുമ്പോഴും സുജൂദ് പോകുമ്പോഴും നൃത്തത്തിൽ വരുമ്പോഴും ഒക്കെ ഇളകുന്ന തരത്തിൽ നമ്മൾ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു തലയിലാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ സുജൂദ് സഹിയാവൂല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ നിസ്കാരം തന്നെ ബാത്തിലാവുകയും ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞു. സലാം പറയുന്നതിന്റെ മര്യാദ സലാം കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. അതേസമയം പ്രസംഗിക്കുമ്പോഴൊക്കെ പിന്നെ ഹംദും സലാത്തും പിന്നെ റാബുമൊക്കെ കഴിഞ്ഞിട്ടാണ് സലാം പറയുന്നത്. ഇങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സലാം പറഞ്ഞ സുന്നത്തിന്റെ കൂലി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. സുന്നത്ത് കിട്ടും, പക്ഷേ സുന്നത്തിന്റെ പൂർണ്ണമായ രൂപം ആദ്യം സലാം പറയലാണ്. എന്നാൽ സലാം പറയുന്നതിന് മുമ്പ് ബിസ്മി ഹംദ് സ്വലാത്ത് സലാം പോലെയുള്ള ദിക്റുകളൊക്കെ സുന്നത്തായ ദിക്റുകൾ കഴിഞ്ഞ് മനുഷ്യരോടുള്ള സംബോധന തുടങ്ങുന്നതിന് മുമ്പ് സലാം പറഞ്ഞാൽ സുന്നത്ത് കിട്ടും. അതേ സമയത്ത് മനുഷ്യരോടുള്ള സംബോധന തുടങ്ങിയതിനു ശേഷം പിന്നെ പറയുന്ന സലാമോട് അത് അസ്ഥാനത്താണ് എന്നാണ്. അതായത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മഹാന്മാരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ശ്രോതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും, അത് സുന്നത്തിന്റെ മാറ്റാണ്. അതേ സമയത്ത് ഒരാൾ നേരെ സലാം പറഞ്ഞ് തുടങ്ങാണ് വേണ്ടത്. പക്ഷെ ആ സ്ഥാനത്ത് ഒരാൾ എന്താക്കി ബിസ്മിയും ഹംദും സലാത്തും സലാമും ഷഹാദത്തും ചൊല്ലിയ ശേഷം സലാം പറഞ്ഞിട്ട് സംസാരം തുടങ്ങിയാലും സുന്നത്ത് കിട്ടും. ജനങ്ങളോടുള്ള സംബോധന ചെയ്തതിന് ശേഷം സലാം പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ സുന്നത്ത് ലഭിക്കാതെ പോകും. അത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും ഇല്ലാന്നാ തോന്നുന്നു. മതിയാക്ക ദുആ ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യാൻ. കാരണം ലൈവ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രസോകുന്നുമില്ല, മുന്നോട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഒരാൾ കൈപൊക്കി കാണാണ്ട് അദ്ദേഹമാണെങ്കിൽ ഒന്ന് ലാസ്റ്റ് മൈക്ക് കൊടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീനിന് ലൈവിന് വിട്ടു കൊടുക്കാം.